ഡൽഹിയിൽ നിന്ന് വിനീത വി വീണ്ടും ചേരുകയാണ്. വിനീത, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം എടുക്കുമ്പോൾ ഭൂരിഭാഗം ആശാ വർക്കേഴ്സും പ്രതീക്ഷയിലാണ്. കാരണം ഇത്തവണ സമയം ചോദിച്ച് തന്നെയാണ് ആരോഗ്യമന്ത്രി പോയിരിക്കുന്നത്. മാത്രവുമല്ല, കേന്ദ്രത്തിൽ നിന്ന് JP നദ്ദ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ചില സൂചനകൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ പറയുന്നതിൽ ഒരു വിഷയമാകാതെ ഇതൊരു പ്രധാന വിഷയമായി തന്നെ ഉന്നയിച്ച് ഈ 51 ദിവസത്തെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു മറുപടിയും വാങ്ങി നമ്മുടെ ആരോഗ്യമന്ത്രി തിരികെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവരുടെ മുന്നിലേക്ക് അത്തരത്തിലൊരു മറുപടിക്ക് സാധ്യത എത്രത്തോളമാണ്? വിനീത BG അല്പസമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകാനായി ചേരും. കഴിഞ്ഞ തവണ ഡൽഹിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ക്യൂബൻ സംഘത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനിടെ ഡൽഹിയിൽ വീണ്ടും കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ നിർണായക കൂടിക്കാഴ്ച നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം ആശാ വർക്കേഴ്സും വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. വിനീത VG ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനീത, ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, ഈ ഇൻസെന്റീവ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നത്, വേതനം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമോ? ഇതിൽ എത്രത്തോളം ആശാവഹമായിട്ടുള്ളൊരു തീരുമാനം ഇതിന് ശേഷം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം എയിംസിന്റെ ആവശ്യം കൂടി വീണ ജോർജ് മുന്നോട്ട് വെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകാനാണ് സാധ്യത? തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആശമാരുടെ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുക. അതിനൊപ്പം തന്നെ മറ്റ് കേരളത്തിന്റെ വിഷയങ്ങൾ കൂടി കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ച ആരംഭിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭ്യമായിരിക്കുന്നത്. പാർലമെന്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ എയിംസ് ഉൾപ്പെടെ കേരളം ദീർഘനാളായി ആവശ്യപ്പെടുന്നതാണ് എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ. ഈ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മന്ത്രി ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ, അതിൽ ഈ ആശുപത്രി അടക്കമുള്ള 4 ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിഷയങ്ങളിൽ മേൽ തന്നെയായിരിക്കും ഇന്ന് ചർച്ചയുണ്ടാവുക. ഇനി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തമ്മിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലേക്ക് എത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും. എന്താണെങ്കിലും ആശമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് അറിയാൻ കഴിയും.